ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുക, സിനിമ ഉപേക്ഷിക്കുക, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒട്ടും പ്രായോഗികമായ ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാക്കുന്ന 2 പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്, മറ്റൊന്ന് നമുക്കുണ്ടാവുന്ന നിരാശകളുടെ ലോകം സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് കമ്പാരിസൺ കൊണ്ട് എന്നതിനെക്കുറിച്ച്. ഈ 2 വിഷയങ്ങളും, ഈ 2 പ്രശ്നങ്ങളെയും ഒരുപോലെ നമ്മെ മറികടക്കാൻ സഹായിക്കുന്ന, അതേസമയം സംതൃപ്തിയിലേക്ക് നമ്മെ നയിക്കുന്ന 4 ഉപായങ്ങളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഥർവവേദ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിചാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഈ വേദങ്ങളിൽ ഇതൊക്കെ ഉണ്ടോ, വേദങ്ങൾ ജ്ഞാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടോ. ഞാനെപ്പോഴും ആളുകളോട് പറയാറുണ്ട്, ഈ വേദം, ശ്രുതി എന്ന് പറയുന്നതും സ്മൃതിയും ഒരുമിച്ച് നിങ്ങൾ കാണരുത്. സ്മൃതിയും ശ്രുതിയും ഒരുപോലെ കാണുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് എന്താണ് സ്മൃതി എന്ന് പറഞ്ഞാൽ? സ്മൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കാലാകാലങ്ങളിലുള്ള ആചാര വിചാരങ്ങൾ, ഉപാസനാ രീതികളൊക്കെ സ്മൃതിയുടെ ഒരു രീതിയിൽപ്പെട്ടതാണ്. പക്ഷേ ശ്രുതി എന്ന് പറയുമ്പോൾ അത് എറ്റേണൽ നോളജാണ്. അതിന് ചേഞ്ച് ഇല്ല. ഭൂഗുരുത്വ ബലം, ആ ഭൂഗുരുത്വ ആകർഷണം, അതിന് ചേഞ്ച് ഇല്ല. അങ്ങനെ അറിവിൻ്റെ ബീജങ്ങളെയാണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പലരും പറയാറുണ്ട്, ഹിന്ദുമതം എല്ലാ കാലത്തും മാറിപ്പോയി, ഹിന്ദുമതത്തിൽ വൈദിക കാലത്തുണ്ടായിരുന്ന ദേവതകളല്ല ഇപ്പോഴുള്ളത് എന്നൊക്കെ പറയുന്നില്ലേ. അതിന് കാരണം ഇതാണ്. വൈദിക കാലത്തെ ദേവത എന്ന ശബ്ദത്തിന് അർത്ഥം സബ്ജക്റ്റ് മാറ്റർ എന്നാണ്. ആ മന്ത്രത്തിലെ വിഷയം എന്ന അർത്ഥത്തിലാണ് ദേവത എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല എന്നല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്മൃതികളിൽ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ദിവ്യ ഗുണശാലികളായ സ്വരൂപങ്ങളെയാണ് ദേവത എന്ന് സ്മൃതികളിൽ പറയുന്നു. സ്വാമി വിവേകാനന്ദൻ്റെ വാക്ക് കേട്ടാൽ നമുക്കറിയാം, ശ്രുതികൾ മാറ്റമില്ലാത്തതും സ്മൃതികൾ മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് സ്മൃതികളെ വെച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ കാലത്തും പോകാൻ കഴിയില്ല. 21-ാം നൂറ്റാണ്ട്, 22-ാം നൂറ്റാണ്ടിൽ നമുക്ക് പുതിയ സ്മൃതിയാണ് വേണ്ടത്. പക്ഷെ വേദം എറ്റേണൽ ആണ്, അൺചേഞ്ചബിൾ ആണ്. സോ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ വേദാസ്. അപ്പം ഞാൻ ഇന്ന് വിചാരം ചെയ്യാൻ പോകുന്ന അഥർവവേദ മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞാൽ അഥർവ. ഋഷി ആരാണ്? ഋഷയോ മന്ത്രദൃഷ്ടാര. ഒരു വിഷയത്തെ, ഒരു മന്ത്രത്തെ, ഒരു വിഷയത്തെ മനസ്സിലാക്കി അതിനെ ദർശിക്കുന്നയാളെയാണ് നമ്മൾ ഋഷിഹി എന്ന് വിളിക്കുന്നത്. ഋഷയോ മന്ത്രദൃഷ്ടാര. ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവത ഈ മന്ത്രത്തിൻ്റെത് അഗ്നിയാണ്, ഛന്ദസ് തൃഷ്ടുപ്പാണ്. അപ്പൊ ദേവത എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദിസ് മന്ത്ര ഈസ് കോൾഡ് ദേവത. ഇനി മന്ത്രം ഞാൻ ചൊല്ലാം. ഓം ഐഷാം യജ്ഞമുത വർച്ചോദേഹം രായസ്പോഷമുത ചിത്താന്യഗ്നേ സപത്ന അസ്മദ്ദധരേ ഭവന്തുത്തമം നാഗമധി രോഹയേമം. അഥർവവേദം 1-ാമത്തെ കാണ്ഡത്തിൽ 9-ാമത്തെ സൂക്തത്തിൽ 4-ാമത്തെ മന്ത്രം. ഇനി നമുക്കിതിൻ്റെ അന്വയാർത്ഥത്തിലേക്ക് കടക്കാം. അഗ്നേ, അല്ലയോ അഗ്നേ, അഹം ഞാൻ, യേഷാം ഇവർക്ക്, യജ്ഞത്തെയും, ഉദവർച്ചഹ കൂടാതെ ബലത്തെയും, ആദദേ നൽകുന്നു, രായസ്പോഷം ഐശ്വര്യപോഷണവും, ഉതചിത്താനി സ്മൃതികളെയും നൽകുന്നു, സപത്നാഹ പ്രതിയോഗികൾ, അസ്മത് ഞങ്ങളുടെ, അധരേ ഭവന്തു കീഴേ ഇരിക്കട്ടെ. അവിടുന്ന് ഭഗവാൻ ഇമം ഇവനെ, ഉത്തമം നാഗം അധിരോഹയ ഉത്തമമായ സ്വർഗലോകത്തിലേക്ക് നയിച്ചാലും. നോക്കൂ, ഇവിടെ നമ്മുടെ ഈ മന്ത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ 4 പ്രധാനപ്പെട്ട ഉപായങ്ങളെക്കുറിച്ച്, സൂത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സംതൃപ്തി ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത് യോഗത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അഷ്ടാംഗ യോഗ വിധാനത്തിൽ സന്തോഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സംതൃപ്തി ഉണ്ടാവണം. ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം എന്നാണ് ഈ മന്ത്രം പറയുന്നത്. 1-ാമത്തെ കാര്യം, ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ യജ്ഞം വേണം. യജ്ഞം എന്താണെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. യജ്ഞം വേണം.
രണ്ടാമത്തത് എന്താണ്? ബലം വേണം. മൂന്നാമത്തത് ഐശ്വര്യപോഷണം വേണം. നാലാമത്തത് സ്മൃതികൾ വേണം. സ്മൃതികൾ വേണം. 4 കാര്യം: യജ്ഞം, ബലം, ഐശ്വര്യപോഷണം, സ്മൃതി. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.